നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. സൗദി അറേബ്യയിൽ എഞ്ചിനീയർമാരുടെ പുതിയ ശമ്പള സ്കെയിലിന് മന്ത്രിസഭയുടെ അംഗീകാരം. സർക്കാർ മേഖലയിലോ ഏജൻസികളിലോ ജോലി ചെയ്യുന്നവർക്ക് പ്രയോജനം ലഭിക്കും. ഈ മാസം 31-ന് പുതിയ സ്കെയിൽ പ്രാബല്യത്തിലാകും. സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന എഞ്ചിനീയർമാർക്കാണ് സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം പുതിയ ശമ്പള സ്കെയിൽ തയ്യാറാക്കിയത്. ആകർഷകമായ തൊഴിൽ അന്തരീക്ഷം ഉറപ്പുവരുത്തുന്ന നിർദ്ദേശത്തിന് കഴിഞ്ഞ ദിവസം ചേർന്ന സൗദി മന്ത്രിസഭ അംഗീകാരം നൽകി. എഞ്ചിനീയർ, അസോസിയേറ്റ് എഞ്ചിനീയർ, പ്രൊഫഷണൽ എഞ്ചിനീയർ, കൺസൾട്ടിംഗ് എഞ്ചിനീയർ എന്നീ തസ്തികകളിൽ ജോലി ചെയ്യുന്ന അംഗീകൃത സർവകലാശാലകളിൽ നിന്ന് ബിരുദം എടുത്തവർക്കാണ് പ്രധാനമായും ഇതിന്റെ പ്രയോജനം ലഭിക്കുക. സൗദി കൌൺസിൽ ഓഫ് എഞ്ചിനീയേഴ്സിന്റെ പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ ലഭിക്കണം എന്നതും നിബന്ധനയാണ്. ഡിസംബർ 31-ന് പുതിയ സ്കെയിൽ പ്രാബല്യത്തിൽ വരും. എഞ്ചിനീയർമാർക്ക് 1 വർഷം പ്രൊബേഷൻ കാലാവധിയായിരിക്കുമെന്നും പ്രോജക്ട് മാനേജ്മെന്റ് അലവൻസായി പ്രതിമാസം 3000 റിയാൽ വരെ അനുവദിക്കാമെന്നും മന്ത്രിസഭ അംഗീകരിച്ച നിയമത്തിലുണ്ട്. അലവൻസ് വാങ്ങുന്നവരുടെ എണ്ണം സ്ഥാപനത്തിലെ ആകെ എഞ്ചിനീയർമാരുടെ 30% കൂടാൻ പാടില്ല എന്നും നിർദ്ദേശമുണ്ട്. ജലീൽ കടമകലം, 24, ജിദ്ദ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 21-ന് കുവൈറ്റ് സന്ദർശിക്കും. 43 വർഷത്തിന് ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കുവൈറ്റ് സന്ദർശനം. 2 ദിവസം നീണ്ടുനിൽക്കുന്ന സന്ദർശനത്തിൽ കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷൽ അൽ അഹമ്മദ് അൽ സബാഹ് ഉൾപ്പെടെയുള്ള കുവൈറ്റ് ഭരണ നേതൃത്വവുമായി ചർച്ചയുണ്ടാകും. വൈകിട്ട് സബാഹ് സാലിമിലെ ഷെയ്ഖ് സായദ് സ്പോർട്സ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഇന്ത്യൻ തൊഴിലാളി ക്യാമ്പുകളും അദ്ദേഹം സന്ദർശിക്കും. കഴിഞ്ഞ 2 ആഴ്ച മുൻപ് ഇന്ത്യ സന്ദർശിച്ച കുവൈറ്റ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള യഹിയ കുവൈറ്റ് സന്ദർശിക്കുന്നതിനുള്ള ക്ഷണക്കത്ത് നരേന്ദ്രമോദിക്ക് കൈമാറിയിരുന്നു. പ്രവാസി എഴുത്തുകാരി ഷബ്ന നജീബിന്റെ പ്രഥമ പുസ്തകം ജമീലത്ത് സുഹറ ദമാമിൽ പ്രകാശനം ചെയ്തു. അൽക്കോബാറിൽ നടന്ന ചടങ്ങിൽ പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ ലാൽ ജോസ് പുസ്തകം പ്രകാശനം ചെയ്തു. പ്രവാസി എഴുത്തുകാരിയും സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ജീവകാരുണ്യ പ്രവർത്തകയുമായ ഷബ്ന നജീബിന്റെ പ്രഥമ പുസ്തകമായ ജമീലത്ത് സുഹറയാണ് ദമാമിൽ പ്രകാശനം ചെയ്തത്. അൽക്കോബാർ നെസ്റ്റോ ഓഡിറ്റോറിയത്തിൽ തിങ്ങി നിറഞ്ഞ സദസ്സിന് സാക്ഷിയാക്കി പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ ലാൽ ജോസാണ് പുസ്തകം വായനാ ലോകത്തിനായി സമ്മാനിച്ചത്. എഴുത്ത് എപ്പോഴും ഒരാളുടെ ആത്മാവിഷ്കാരമാണ്. തീരെ ചെറുതായ ഒരു സ്വരം പോലും എഴുത്തിടത്തിൽ ചിന്തകൾ അപഹരിച്ചേക്കാം. എന്നിട്ടും പ്രവാസ ജീവിതത്തിൻ്റെ യാത്രികതകൾക്കിടയിൽ ഷബ്ന നജീബിന് തൻ്റെ ചിന്തകളെ ഏകോപിപ്പിക്കാനായത് അഭിനന്ദിക്കപ്പെടേണ്ടതാണെന്നും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണെന്നും ചലച്ചിത്ര സംവിധായകൻ ലാൽ ജോസ് പറഞ്ഞു. ഷബ്നയുടെ ഭർത്തൃമാതാവ് ജമീല മുഹമ്മദ് ആദ്യ പുസ്തകം ഏറ്റുവാങ്ങി. സംഘാടക സമിതി ചെയർമാൻ ആലിക്കുട്ടി ഒളവട്ടൂർ അധ്യക്ഷത വഹിച്ച പരിപാടി മുഹമ്മദ് കുട്ടി കോഡൂർ ഉദ്ഘാടനം ചെയ്തു. കിഴക്കൻ പ്രവിശ്യയിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം ചടങ്ങിൽ സംബന്ധിച്ചു. ഡെസ്റ്റിനി പബ്ലിക്കേഷൻസ് ആണ് ജമീലത്ത് സുഹറയുടെ പ്രസാധകർ. മാധ്യമപ്രവർത്തകൻ സാജിദ് ആറാട്ടുപുഴ പുസ്തക പരിചയം നടത്തി. ചടങ്ങിൽ മുഖ്യാതിഥി ലാൽ ജോസിനെ പൊന്നാട അണിയിച്ചും മൊമന്റവും ഉപഹാരവും നൽകിയും ഷബ്ന നജീബിനെ ലാൽ ജോസ് മൊമന്റം നൽകിയും വനിതാവേദി പ്രവർത്തകർ പൊന്നാടയും ഉപഹാരവും നൽകിയും ആദരിച്ചു. ഡോക്ടർ TP മുഹമ്മദ്, മൻസൂർ പള്ളൂർ, സി അബ്ദുൽ ഹമീദ്, ഡോക്ടർ സിന്ധു ബിനു, ഇക്ബാൽ ആനമങ്ങാട്, അബ്ദുൽ അസീസ് റഫ, ഉമർ ഓമശ്ശേരി, അബ്ദുൽ മജീദ് സിജി, റുഖിയ റഹ്മാൻ, സുമയ്യ ഫസൽ, പ്രദീപ് കുട്ടിയം, നന്ദിനി മോഹൻ എന്നിവർ ചടങ്ങിന് ആശംസകൾ നേർന്നു. ഷബ്ന നജീബ് മറുപടി പ്രസംഗവും നടത്തി. പുസ്തക പ്രകാശന ചടങ്ങിന് മുന്നോടിയായി നടന്ന കലാപരിപാടികളും സദസ്സിന് ഹൃദ്യമായ അനുഭവമായി മാറി. അഷ്റഫ് ആളത്ത് സ്വാഗതവും ആസിഫ് മേലങ്ങാടി നന്ദിയും പറഞ്ഞു. നിതിൻ കടമ്പേത്തും ഡോക്ടർ അമിത ബഷീറുമായിരുന്നു അവതാരകർ. സുബൈറുദ്ദീനൂർ, 24, ദമാം. ഭരണഘടനാ ചർച്ചയിൽ അമിത്ഷാ നടത്തിയ അംബേദ്കർ പരാമർശത്തിൽ പാർലമെന്റിൽ ഭരണ പ്രതിപക്ഷ പോര്. ഡോക്ടർ BR അംബേദ്കറെ അവഹേളിച്ച അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ ബഹളത്തിൽ ഇരുസഭകളും പിരിഞ്ഞു. അംബേദ്കറോട് ചെയ്ത തെറ്റുകൾ മറയ്ക്കാനുള്ള നുണപ്രചാരണമാണ് കോൺഗ്രസിന്റേതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. अभी एक फैशन हो गया है, आम्बेडकर 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 आम्बेडकर. इतना नाम अगर भगवान का लेते तो 7 जन्मों तक स्वर्ग मिल जाता. രാജ്യസഭയിലെ ഭരണഘടനാ ചർച്ചയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ ഈ പരാമർശമാണ് വിവാദമായത്. ഡോക്ടർ BR അംബേദ്കറെ അമിത്ഷാ അവഹേളിച്ചെന്നാരോപിച്ച് പാർലമെന്റിന് പുറത്ത് പ്രതിപക്ഷാംഗങ്ങളുടെ പ്രതിഷേധം. പിന്നാലെ ഇരുസഭകളിലും പ്രതിപക്ഷം ജയ് ഭീം മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം കടുപ്പിച്ചു. प्रश्नकाल 321 321
അമിത്ഷാ രാജിവെക്കണമെന്നും രാജ്യത്തോട് മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ട് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖർഗെ രംഗത്തെത്തി. अमित शाह ने उठाकर डिस्कशन में वो लाए थे, उन्होंने ये कहा था कि अंबेडकर का इतना आप लोग उठ के बोलते हो. പാർലമെന്റിൽ അംബേദ്കറുടെ ചിത്രം വയ്ക്കുന്നത് കോൺഗ്രസ് വിലക്കിയെന്നും തിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചെന്നും കേന്ദ്രമന്ത്രിമാരുടെ മറുപടികൾ. ഇപ്പോൾ അംബേദ്കറുടെ പേര് കോൺഗ്രസ് ദുരുപയോഗം ചെയ്യുകയാണെന്നും വിമർശനം. ये बताया कि बाबा साहब अम्बेडकर के जीते जी कांग्रेस पार्टी ने अम्बेडकर जी का कैसा अपमान किया. അമിത്ഷായ്ക്കെതിരെയുള്ള പ്രതിപക്ഷ വിമർശനത്തിന് മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രംഗത്തെത്തി. ചെയ്ത തെറ്റ് മറച്ചുപിടിക്കാനാണ് അമിത്ഷായുടെ പ്രസ്താവന വളച്ചൊടിച്ച് കോൺഗ്രസ് നുണപ്രചാരണം നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. 24 ഡൽഹി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിൽ പ്രതിരോധത്തിലായി ബി.ജെ.പിയും കേന്ദ്ര സർക്കാരും. അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുകയാണ്. അമിത്ഷായെ പുറത്താക്കിയില്ലെങ്കിൽ രാജ്യമെങ്ങും ശക്തമായ പ്രതിഷേധമെന്ന് മല്ലികാർജുൻ ഖർഗെ. പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ പ്രതിപക്ഷാരോപണം തള്ളി അമിത്ഷാ രംഗത്തെത്തി. കോൺഗ്രസ് തന്റെ വാക്കുകൾ വളച്ചൊടിച്ചു എന്നാണ് അമിത്ഷായുടെ വിശദീകരണം. जो व्यक्ति संविधान का शपथ लेके अंदर आता है, मिनिस्टर बनता है, मेंबर बनता है, अगर उस संविधान का अपमान करता है तो उसमें उसको कैबिनेट में रहने का कोई अधिकार नहीं है. उनको फौरन ड्रॉप करना चाहिए, बर्खास्त करना चाहिए, तभी इस देश के लोग शांत रहेंगे. कांग्रेस पार्टी अंबेडकर जी विरोधी पार्टी है. कांग्रेस पार्टी आरक्षण विरोधी पार्टी है. कांग्रेस पार्टी संविधान विरोधी पार्टी है. कांग्रेस पार्टी ने सावरकर जी का भी अपमान किया. कांग्रेस पार्टी ने आपातकाल डालकर संविधान के सारे मूल्यों की धज्जियां उड़ा दी. മാസപ്പടിക്കേസിൽ CMRനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി SFIO റിപ്പോർട്ട്. ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്കും CMRൽ പണം നൽകിയോ എന്ന് സംശയമുണ്ടെന്ന് SFIO ഡൽഹി ഹൈക്കോടതി അറിയിച്ചു. എക്സാലോജിക് CMRൽ ഇടപാടിൽ അന്വേഷണം പൂർത്തിയായെന്നും SFIO ഡൽഹി ഹൈക്കോടതി അറിയിച്ചു. ഇടപാടിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടോ എന്ന ഷോൺ ജോർജിന്റെ ചോദ്യം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജിക് കമ്പനിയുമായുള്ള മാസപ്പടി കേസിലെ അന്വേഷണം റദ്ദാക്കണമെന്ന CMRലിന്റെ ഹർജിയിൽ വാദം തുടരവെയാണ് ഡൽഹി ഹൈക്കോടതിയിൽ SFIO ഗുരുതര വെളിപ്പെടുത്തൽ നടത്തിയത്. CMRൽ പണം നൽകിയത് ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്കാണോ എന്ന് സംശയമുണ്ടെന്ന് SFIO ഡൽഹി ഹൈക്കോടതി അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുന്നുണ്ടെന്നും SFIO. ആകെ 184 കോടിയുടെ പണമിടപാട് CMRൽ നടത്തിയിട്ടുണ്ടെന്നും SFIO കോടതി അറിയിച്ചു. CMRലും എക്സാലോജിക്കും നടത്തിയ ദുരൂഹ പണമിടപാടിൽ അന്വേഷണം പൂർത്തിയായെന്ന് SFIO. പണം നൽകിയത് എക്സാലോജിക്കുമായി ബന്ധമുള്ള പ്രമുഖ വ്യക്തിക്കാണെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയതായാണ് SFIO വ്യക്തമാക്കുന്നത്. കേസിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്ന് പരാതിക്കാരൻ ഷോൺ ജോർജ് 24നോട്. SFIയുടെ ഒരു പ്രാഥമിക അന്വേഷണം എന്ന് വേണം പറയാം. ഇനി അതിന്മേൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോസിക്യൂഷൻ അനുമതി, ഇവരെ അറസ്റ്റ് ചെയ്യാൻ ഉൾപ്പെടെയുള്ള അനുമതി ഇനി കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിൽ നിന്ന്, മിനിസ്ട്രിയിൽ നിന്ന് ലഭ്യമാകേണ്ടതുണ്ട്. അതാണ് SFIയുടെ പ്രൊസീജിയർ. SFIയുടെ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം അതിനൊരു പെർമിഷൻ, അതായത് പ്രോസിക്യൂഷൻ പെർമിഷൻ ഇനി മിനിസ്ട്രിയിൽ നിന്ന് ലഭ്യമാകേണ്ടതുണ്ട്. മിനിസ്ട്രിയിൽ നിന്ന് ലഭ്യമാകുന്ന മുറയ്ക്ക് അറസ്റ്റ് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യും, കൂടുതൽ ചോദ്യം ചെയ്യണം കോടതി ചോദ്യം ചെയ്യാനും ഒക്കെ ഇനി SFIക്ക് അധികാരം ഉണ്ടാവും. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും കേസിൽ നടപടിയില്ലെന്ന് മാത്യു കുഴൽനാടൻ MLA ആരോപിച്ചു. 8 മാസം കൊണ്ട് പൂർത്തീകരിക്കേണ്ടുന്ന SFIO അന്വേഷണം ഇതുവരെയും പൂർത്തീകരിച്ച് റിപ്പോർട്ട് നൽകിയിട്ടില്ല. കേവലം 2 കമ്പനികൾ തമ്മിലുള്ള സ്ട്രെയിറ്റ് ട്രാൻസാക്ഷൻ, ആ ട്രാൻസാക്ഷനെ കുറിച്ച് അന്വേഷിക്കാൻ എന്തിനാണ് ഇത്രയും നീട്ടിക്കൊണ്ടു പോകുന്നതെന്ന് അറിയില്ല. ഇപ്പോൾ തന്നെ അവർ പറഞ്ഞു കഴിഞ്ഞു ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ കണ്ടെത്തിയെന്ന്. എന്നാൽ അത് സംബന്ധിച്ച് റിപ്പോർട്ട് ഫയൽ ചെയ്യാതെ വീണ്ടും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ പിണറായി വിജയന്റെ രാഷ്ട്രീയ ആയുസ് നീട്ടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണോ നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും ഇത് ചെയ്യുന്നത് എന്ന് സ്വാഭാവികമായിട്ടും സംശയിക്കേണ്ട ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ആദായനികുതി സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ വിഷയത്തിൽ മറ്റൊരു അന്വേഷണം നടത്തുന്നത് ചട്ടവിരുദ്ധമെന്നാണ് CMRലിന്റെ വാദം. കേസിൽ ഈ മാസം 23-ന് ഡൽഹി ഹൈക്കോടതിയിൽ വീണ്ടും വാദം കേൾക്കും. 24 ഡൽഹി. ഗൾഫ് ഫോക്കസിലേക്ക് തിരികെ. മുംബൈയിൽ യാത്രാ ബോട്ട് മുങ്ങി 13 മരണം. നാവികസേനയുടെ ബോട്ടും യാത്രാ ബോട്ടും കൂട്ടിയിടിക്കുകയായിരുന്നു. മരിച്ചവരിൽ ഒരു നാവികസേന ഉദ്യോഗസ്ഥനും. നടുക്കുന്ന അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു.
മുംബൈ ഗേറ്റ്വേ ടു ഇന്ത്യയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മരണസംഖ്യയെക്കുറിച്ചുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നതോടുകൂടിയാണ് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് യഥാർത്ഥത്തിൽ ബോധ്യപ്പെടുന്നത്. നാവികസേന അല്പസമയം മുമ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ് പ്രകാരം 13 പേർക്കാണ് ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായത്. അതിലൊരാൾ നാവികസേന ഉദ്യോഗസ്ഥനാണ്. ഈ നാവികസേനയുടെ സ്പീഡ് ബോട്ടിൽ ഉണ്ടായിരുന്ന 2 ജീവനക്കാരും ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. വൈകിട്ട് 4 മണിയോടെയാണ് ഈ അപകടം ഉണ്ടാവുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഗേറ്റ്വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് എലിഫന്റ കേവ്സിലേക്ക്, ടൂറിസ്റ്റ് കേന്ദ്രമായ എലിഫന്റ കേവ്സിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ഈ ബോട്ട്. ഏതാണ്ട് 100-ലധികം പേർ ഈ സമയം ബോട്ടിൽ ഉണ്ടായിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. 4 മണിയോടെ നാവികസേനയുടെ ഒരു സ്പീഡ് ബോട്ട് അതിവേഗത്തിൽ വന്ന് ഈ ബോട്ടിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. എഞ്ചിൻ ട്രയൽ നടത്തുകയായിരുന്നു എന്നതാണ് നാവികസേന വാർത്താക്കുറിപ്പിൽ നൽകുന്ന വിവരം. അതിനിടെയാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവുന്നതും ഈ അപകടത്തിലേക്ക് നയിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരു അന്വേഷണം തുടർന്ന് ഉണ്ടാകും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് വാർത്താക്കുറിപ്പിൽ ഒന്നും പറയുന്നുമില്ല. ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചവരിൽ ഏതാണ്ട് ഭൂരിഭാഗം പേരും ആശുപത്രി വിട്ടു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം 4 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നുമുണ്ട്. മരണസംഖ്യ ഒരുപക്ഷെ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നത് ഈ ഒരു സ്ഥിതി സൂചിപ്പിക്കുന്നുമുണ്ട്. എത്ര പേർ ഇനി ഈ അപകടത്തിൽ നിന്ന് എത്ര പേരെ കൂടി കണ്ടെത്താനുണ്ട് എന്ന കാര്യത്തിലൊക്കെ ഒരു അവ്യക്തത ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം മുതിർന്ന ആളുകൾക്കൊക്കെ തന്നെ ടിക്കറ്റ് ഉണ്ടാകും, ചെറിയ കുട്ടികളും മറ്റും ഈ ബോട്ടിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവരുടെ എണ്ണത്തെക്കുറിച്ച് ഒരു വ്യക്തത ഇപ്പോഴില്ല എന്നതാണ് നാവികസേന തന്നെ പറയുന്നത്. അതുകൊണ്ട് നാവികസേനയുടെ തിരച്ചിൽ ഇപ്പോൾ തുടരുന്നുണ്ട്. നാവികസേനയ്ക്കൊപ്പം കോസ്റ്റ് ഗാർഡും മുംബൈ പോലീസിൻ്റെ ഈ തീരസംരക്ഷണ സേനയും ഒക്കെ തന്നെ ഈ രക്ഷാദൗത്യത്തിലുണ്ട്. ഒപ്പം ഹെലികോപ്റ്ററുകളും ഈ രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും വലിയൊരു ദുരന്തം മുംബൈ ഈ വൈകിട്ട് ഉണ്ടാവുന്നു. വിജിലൻസ് അന്വേഷണവും ആരോപണങ്ങളും നേരിടുന്ന ADGP MR അജിത് കുമാറിന് DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകാൻ മന്ത്രിസഭയുടെ അനുമതി. വിജിലൻസ് അന്വേഷണം നേരിടുന്നത് സ്ഥാനക്കയറ്റത്തിന് തടസ്സമല്ല എന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു. പൂരം കലക്കൽ, RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, സ്വത്ത് സമ്പാദനം, ഇങ്ങനെ നിരവധി ആരോപണങ്ങളെ ചുഴിയിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥനാണ് ADGP MR അജിത് കുമാർ. ഇതിനു പുറമെ വിജിലൻസ് അന്വേഷണവും നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥനാണ് DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകുന്നത്. IPS ഉദ്യോഗസ്ഥരുടെ സ്ഥാനക്കയറ്റം പരിശോധിക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി MR അജിത് കുമാർ അടക്കമുള്ളവർക്ക് പ്രൊമോഷൻ നൽകാൻ ശുപാർശ ചെയ്തിരുന്നു. അജിത് കുമാർ ഉൾപ്പെട്ടിട്ടും ശുപാർശ മന്ത്രിസഭ അതേപടി അംഗീകരിച്ചു. കൃത്യമായ മാനദണ്ഡങ്ങളുണ്ടല്ലോ, ആ മാനദണ്ഡങ്ങൾ പരിശോധിച്ചിട്ടാണ് ഒരു കമ്മിറ്റി നൽകുക. മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുക. മാനദണ്ഡങ്ങളിൽ ഞങ്ങൾ പ്രത്യേക താല്പര്യമോ പ്രത്യേക വിവേചനമോ സർക്കാർ കാണിക്കില്ല. മാനദണ്ഡങ്ങൾക്കെതിരായിട്ട് ആർക്കും ഒരു അനുകൂലമായ നിലപാട് സ്വീകരിക്കില്ല. സ്ഥാനക്കയറ്റം നൽകിയതോടെ MR അജിത് കുമാറിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമായതായി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ആരാണ് ADGP അജിത് കുമാറിന്റെ പിന്നിലുള്ളത് ആരാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ADGP അജിത് കുമാറിനെതിരെ DGP അന്വേഷിക്കുമെന്ന് പറഞ്ഞു. ഇനി എന്ത് DGP അന്വേഷിക്കാൻ? അജിത് കുമാറിനെ ആര് സംരക്ഷിക്കുന്നു എന്നുള്ളത് ഇന്നത്തെ മന്ത്രിസഭാ തീരുമാനം കൊണ്ട് തന്നെ വ്യക്തമായിരിക്കുകയാണ്. ഇത് അധാർമികമായ ഒരു നടപടിയാണ്. മുഖ്യമന്ത്രി RSSന് വഴങ്ങിയതുകൊണ്ടാണ് അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകാനുള്ള ശുപാർശ അംഗീകരിച്ചതെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ വിമർശിച്ചു. 24 തിരുവനന്തപുരം. വയനാട് കൂടൽക്കടവിൽ ആദിവാസി വിഭാഗത്തിൽ ഉൾപ്പെട്ട മധ്യവയസ്കനെ കാറിനൊപ്പം വലിച്ചിഴച്ച സംഭവത്തിൽ ഒളിവിൽ പോയ 2 പ്രതികളെ കൂടി പിടികൂടി. പനമരം സ്വദേശികളായ വിഷ്ണു, നബീൽ ഖമർ എന്നിവരാണ് പിടിയിലായത്. ഇവരെ കോഴിക്കോട് നിന്നും അറസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. മാനന്തവാടി പോലീസ് സ്റ്റേഷനിലെത്തിച്ച പ്രതികളെ നാളെ കോടതിയിൽ ഹാജരാക്കും. പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം, വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ്. വാർഡ് പുനർവിഭജനത്തിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. 9 തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനം ഹൈക്കോടതി റദ്ദാക്കി. സർക്കാരിന്റെ വാർഡ് പുനർവിഭജന ഉത്തരവും ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. പാനൂർ, മുക്കം, കൊടുവള്ളി, പയ്യോളി, ശ്രീകണ്ഠാപുരം, മട്ടന്നൂർ, ഫറോക്ക്, പട്ടാമ്പി നഗരസഭകളിലെ വാർഡ് പുനർവിഭജനമാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. പടന്ന ഗ്രാമപഞ്ചായത്തിലെ വാർഡ് പുനർവിഭജന ഉത്തരവും മാർഗനിർദ്ദേശങ്ങളും നിയമവിരുദ്ധമാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. നഗരസഭകളിലെ മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നടപടി. 2015 തന്നെ പഞ്ചായത്തുകളുടെ എണ്ണം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നെങ്കിലും അത് എങ്ങുമെത്തിയിരുന്നില്ല. അതിനിടെയാണ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാർഡ് അധികമാക്കുക എന്ന നിലയിലുള്ള വാർഡ് വിഭജന രീതിയുമായി സർക്കാർ മുന്നോട്ട് പോയത്. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് വാർഡ് വിഭജനം പൂർത്തിയാക്കുകയായിരുന്നു സർക്കാർ ലക്ഷ്യം. ഇത് അന്തിമഘട്ടത്തിൽ എത്താനിരിക്കെയാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. എസ് ശ്രീകാന്ത്,
24 കൊച്ചി. ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോൾ പണം ആവശ്യപ്പെടുന്നത് എന്തിനെന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതി. 2016-2017 വർഷങ്ങളിലെ എയർലിഫ്റ്റിംഗ് ചാർജുകൾ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് തൊട്ടുപിന്നാൽ ആവശ്യപ്പെട്ടത് അത്ഭുതപ്പെടുത്തുന്നു എന്ന കോടതിയുടെ പരാമർശം. കോടതി നിർദ്ദേശപ്രകാരം കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്ക് കണക്കുകൾ സംബന്ധിച്ച കത്ത് നൽകിയെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനത്തിന് 132 കോടി രൂപ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതിനെതിരെയാണ് ഹൈക്കോടതി ചോദ്യങ്ങൾ ഉയർത്തിയത്. 2016-17 വർഷങ്ങളിലെ ദുരന്തങ്ങളുടെ എയർലിഫ്റ്റിംഗ് ചാർജുകൾ എന്തിനാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്? വയനാട് ദുരന്തത്തിന്റെ സഹായ ആവശ്യം മുന്നിലുള്ളപ്പോഴാണ് ഇത്. ഇത്രയും വർഷം കാത്തിരുന്നല്ലോ, അടുത്ത 6 മാസമെങ്കിലും കാത്തിരുന്നിട്ട് തുക ചോദിച്ചാൽ പോരെയെന്നും കോടതി ചോദിച്ചു. വയനാട് ദുരന്തത്തിന് തൊട്ടുപിന്നാലെ കേന്ദ്രം ഇക്കാര്യം ആവശ്യപ്പെട്ടത് അത്ഭുതപ്പെടുത്തുന്നുവെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം പണം റീഇംബേഴ്സ് ചെയ്യുമെന്ന് കേന്ദ്രം ഇതിന് മറുപടി നൽകി. പിന്നാലെ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനിടെ 181 കോടി SDRF-ൽ ഉണ്ടെങ്കിലും മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താതെ വിനിയോഗം സാധ്യമല്ലെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. ദുരന്ത നിവാരണ ചട്ടങ്ങളിൽ അനിവാര്യമായ ഇളവുകൾ നൽകുന്നത് കേന്ദ്ര സർക്കാർ പരിഗണിക്കണമെന്ന് ഹൈക്കോടതിയും നിർദ്ദേശിച്ചു. നേരത്തെയുള്ള കോടതി നിർദ്ദേശപ്രകാരം കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്ക് കണക്കുകൾ സംബന്ധിച്ച കത്ത് നൽകിയെന്ന് സംസ്ഥാന സർക്കാർ അറിയിക്കുകയുണ്ടായി. എന്നാൽ കത്ത് ഔദ്യോഗികമായി കിട്ടിയിട്ടില്ലെന്നായിരുന്നു കേന്ദ്രത്തിന്റെ മറുപടി. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. മലപ്പുറം അരീക്കോട് SOG കമാൻഡോ വിനീതിന്റെ ആത്മഹത്യയ്ക്ക് പിന്നിൽ അരീക്കോട് ക്യാമ്പിലെ അസിസ്റ്റന്റ് കമാൻഡന്റ് അജിത്താണ് എന്ന ആരോപണമായി കുടുംബം. അജിത്തിനെ മാറ്റി നിർത്തി വിശദമായ അന്വേഷണം നടത്തണം എന്നാണ് ബന്ധുക്കളുടെ ആവശ്യം. കടുത്ത മാനസിക പീഡനം SOG ക്യാമ്പിലെ കമാൻഡോ ആയിരുന്ന വിനീത് അനുഭവിച്ചിരുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന മൊഴികളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. 2021 വിനീതിന്റെ സുഹൃത്ത് സുനീഷ് SOG ക്യാമ്പ് ട്രെയിനിങ്ങിനിടെ കുഴഞ്ഞു വീണിരുന്നു. കൃത്യസമയത്ത് AC അജിത്ത് ഉൾപ്പെടെയുള്ളവർ ചികിത്സാ സൗകര്യം ഒരുക്കാത്തതുകൊണ്ട് സുനീഷ് മരണപ്പെട്ടു. ഇത് പിന്നീട് നടന്ന യോഗത്തിൽ വിനീത് ചോദ്യം ചെയ്തു. ഇതോടെ അജിത്തിന്റെ കണ്ണിലെ കരടായി വിനീത് മാറിയെന്നും പലപ്പോഴായി വ്യക്തിവിരോധം തീർത്തുവെന്നും 9 സഹപ്രവർത്തകർ കേസന്വേഷിക്കുന്ന കൊണ്ടോട്ടി ഡിവൈഎസ്പിക്ക് മുൻപാകെ മൊഴി നൽകിയതായാണ് വിവരം. വിനീതിന്റെ കുടുംബവും AC അജിത്തിനെതിരെ രംഗത്തു വന്നു. അവധി പോലും കൊടുക്കാതെ പീഡിപ്പിച്ചുവെന്ന് ബന്ധുക്കൾ. ലീവ് കൊടുക്കാതെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അവൻ്റെ വൈഫിനോ കാണിക്കാൻ ലീവ് വെച്ചിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ കുറെ അരീക്കോട് ക്യാമ്പ് പോയാലും ഭയങ്കര പ്രശ്നം ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പേ അവൻ്റെ കൂടുതൽ ആൾ മരിച്ചിട്ട് അതിന് ആ സാറാ ചോദിച്ചതുകൊണ്ട് വ്യക്തിപരമായിട്ട് തീർക്കുന്നതാണ് തോന്നുന്നത്. അത് സാർ പക പോക്കിയാണോ ഇവന് ജീവൻ കൊടുത്താണ് മറ്റേ ഇവൻ്റെ ഇതുവരെ ഇവൻ്റെ കൂട്ടുകാർക്ക് ഇനി സംഭവിക്കൂടാന്നില്ലല്ലോ. ഇതിന് മുമ്പേ അയച്ചിട്ട് ആ സാറിന് ഒരു പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. ക്യാമ്പുകളിൽ കഠിനമായ പരിശീലനത്തിന് ഇരയാകേണ്ടി വന്നു. നവംബറിലെ റീഫ്രഷ്മെന്റ് കോഴ്സിൽ പരാജയപ്പെട്ടപ്പോൾ SOG ക്യാമ്പ് വൃത്തിയാക്കുന്ന ജോലിയാണ് ഏൽപ്പിച്ചത്. ഇതെല്ലാം ചെയ്തിട്ടും ലീവ് നൽകിയില്ല. ഇതോടെ കടുത്ത മാനസിക വിഷമത്തിലായെന്നും സഹപ്രവർത്തകരുടെ മൊഴിയിൽ പറയുന്നുണ്ട്. ആരോപണ വിധേയനായ AC അജിത്തിനെ മാറ്റി നിർത്തി കേസ് അന്വേഷിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. 24 മലപ്പുറം. ഇവിടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.